ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് എന്ന ഒരു ടോപ്പിക്കാണ്. സ്ഥിരമായി ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കുറച്ച് PYQs നമുക്കൊന്ന് സ്റ്റാർട്ടിങ്ങിൽ നോക്കാം. The government agency which is primarily in charge for watershed management in Kerala. കേരളത്തിൽ വാട്ടർഷെഡ് മാനേജ്മെൻറ്റുമായി മുഖ്യമായും ചുമതലപ്പെട്ട സർക്കാർ ഏജൻസി ഏതാണ്? ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഡയറക്ടറേറ്റ് ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, കേരള വാട്ടർ അതോറിറ്റി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോയിൽ സർവേ ആൻഡ് കൺസർവേഷൻ, കേരള. The number of phases to be completed in planning and execution of watershed management program. Watershed management programമിലെ എത്ര phases എന്നാണ് ആ ഒരു ക്വസ്റ്റ്യൻ. The major objectives in watershed development programs are livestock development, increase in irrigated area, development of natural resources, all of the above. IWDMK stands for which is the first project in Kerala under the participatory watershed based integrated development for resource management. അപ്പോൾ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗമാണ്. വളരെ ഈസി ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസും വരും. അറ്റ് ദ സെയിം ടൈം കുറച്ച് നല്ല രീതിയിൽ ആഴത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും വരുന്ന ഒരു ഭാഗമാണ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ സ്ഥിരമായി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഒരുവിധം നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ സിലബസിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കണ്ടൻറ്റിലുള്ള ഈ പറയുന്ന കാര്യം അത്രയും പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും മാർക്ക് അതിനകത്ത് നിന്ന് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. അതിനകത്ത് നിന്ന് തന്നെയാണ് വരുന്നത്, അല്ലാതെ കറണ്ട് അഫെയറിലോട്ടൊന്നും അങ്ങനെ പോവാറില്ല. നമ്മുടെ ഈ സ്റ്റാറ്റിക് ഭാഗത്ത് നിന്ന് തന്നെയാണ് ഈ വാട്ടർഷെഡ് മാനേജ്മെൻറ്റിൻ്റെ അകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് പൊതുവേ വരാറ്. അപ്പോൾ എന്താണ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ്? വാട്ടർഷെഡ് ദാറ്റ് മീൻസ് വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥലം. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഇപ്പം നമ്മുടെ മഴ, മഞ്ഞ്, അതേപോലെ തന്നെ പല വാട്ടർ ബോഡീസിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം, ഇതെല്ലാം കൂടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്ന് കളക്ട് ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്തിനെയാണ് നമുക്ക് വാട്ടർഷെഡ് എന്ന് നമുക്ക് സിമ്പിൾ ടേംസിൽ പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്തിനെ മാനേജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലത്തിൻ്റെ ഒരു മാനേജ്മെൻ്റ് ആണ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ്. അപ്പോൾ watershed is an area of land where all streams, snow, rainwater, water sources including precipitation and stream flow, അതായത് നമ്മുടെ മഴ, മഞ്ഞ് പോലെയുള്ള precipitate ആയിട്ടുള്ള വാട്ടർ ഫോംസും അറ്റ് ദ സെയിം ടൈം ഒഴുകി വരുന്ന വെള്ളങ്ങളും stream flow drains into a single common point such as a river or lake. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ലേക്കും റിവറും അതേപോലെ വെറ്റ്ലാൻഡ്സും ഇതെല്ലാം നമ്മുടെ വാട്ടർഷെഡിൻ്റെ ഭാഗം തന്നെയാണ്. അതിൻ്റെ ഒരു ഡെഫിനേഷനിലേക്ക് നമുക്ക് പോകുകയാണെങ്കിൽ watershed is a broad area where streams, rainwater, snow and other water sources flow into a common location. ഒരു കോമൺ ലൊക്കേഷനിലേക്ക് നമ്മുടെ സ്ട്രീംസിൽ നിന്നുള്ളയും അതേപോലെ തന്നെ മഴവെള്ളം, സ്നോ അങ്ങനെയുള്ള എല്ലാ വാട്ടറും വന്ന് കളക്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ കോമൺ ആയിട്ട് ലൊക്കേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലത്തിനെയാണ് നമുക്ക് വാട്ടർഷെഡ് എന്ന് പറയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ വാട്ടർഷെഡിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറയുവാണെങ്കിൽ ധാരാളം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ വാട്ടർഷെഡ് എന്ന് പറയുമ്പോൾ ഒരു എക്കോസിസ്റ്റം ആണ് ശരിക്കും, അല്ലേ? ഒരു നമ്മുടെ റാംസർ സൈറ്റ്സ് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഈ റാംസർ സൈറ്റ്സും ഈ പറയുന്ന വെറ്റ്ലാൻഡ്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ ഉണ്ട്, ഒരു ബയോഡൈവേഴ്സിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഇപ്പോൾ കാർബൺ സെക്വസ്ട്രേഷൻ പോലെയുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡയോക്സൈഡിനെയൊക്കെ വലിച്ചെടുത്ത് അതിനെ പിടിച്ചു നിർത്തുന്ന നമ്മുടെ ഫോറസ്റ്റുകളും ഓഷൻസ് പോലെയുള്ള ആ ഒരു പ്രക്രിയ, അവർ ചെയ്യുന്ന ആ ഒരു പ്രക്രിയ അതിന് സഹായിക്കുന്നു. അപ്പം അങ്ങനെ അതേപോലെ തന്നെ ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ ജീവിത മാർഗം നൽകുന്നു. അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ഈ വാട്ടർഷെഡ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങളായി വരുന്നുണ്ട്. വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് എയിംസ് ടു അച്ചീവ് എ ഹാർമോണിയസ് ബാലൻസ് ബിറ്റ്വീൻ നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് സൊസൈറ്റി. അപ്പോൾ ഇറ്റ്സ് ബെനിഫിറ്റ്സ് ഇൻക്ലൂഡ് റേസിംഗ് ദ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ അത് മെയിൻറ്റെയിൻ ചെയ്യും, അല്ലേ? നമ്മുടെ ഈ പറയുന്ന ഇങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് നമ്മുടെ വെള്ളം, അതായത് ഈ മഴവെള്ളവും മറ്റ് വെള്ളങ്ങളെല്ലാം കൂടെ വന്ന് നിറയുന്ന സമയത്ത് അത് ഗ്രൗണ്ട് വാട്ടർ റീചാർജിന് സഹായിക്കും. അതായത് നമ്മുടെ ഭൂമിയുടെ അടിയിലുള്ള ഗ്രൗണ്ട് വാട്ടർ ലെവൽ കൂടുകയാണ് ചെയ്യുന്നത്.
പ്രൊട്ടക്റ്റിംഗ് വാട്ടർ ബയോഡൈവേഴ്സിറ്റി, ഇൻക്രീസിങ് സോയിൽ ഫെർട്ടിലിറ്റി, അതേപോലെ തന്നെ ഫാമർ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്. ഈ പറയുന്ന വാട്ടർ ബോഡീസുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്ന ധാരാളം കർഷകർ കാണും. അവരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ നിത്യ വരുമാനത്തിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ദ ഫാമേഴ്സ്. അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ നിലവാരം, വാട്ടർ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യപ്പെടും. കോമ്പാറ്റിംഗ് ക്ലൈമറ്റ് ചേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഓഷൻസ് പോലെയുള്ള സ്ഥലം ഞാൻ തൊട്ടുമുന്നേ പറഞ്ഞു, കാർബൺ സെക്വസ്ട്രേഷൻ. ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ട് കാർബൺ സെക്വസ്ട്രേഷൻ, അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് അതിനെ അബ്സോർബ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ഫോറസ്റ്റും ഓഷൻസും ഒക്കെ. അപ്പോൾ ഓഷൻസ് ഒക്കെ നമ്മുടെ ഈ പറയുന്ന വെറ്റ്ലാൻഡ്സിൻ്റെ ഈ പറയുന്ന വാട്ടർ ഷെഡ്സിൻ്റെ ഭാഗമാണ്. ആൻഡ് എയ്ഡിങ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചറൽ പ്രോഗ്രസ്. റീസ്റ്റോർഡ്, അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് നമുക്കിനി അടുത്ത് നോക്കാം. റീസ്റ്റോർഡ് അവൈലബിലിറ്റി. അപ്പോൾ നമുക്ക് ഈ വാട്ടർ ഷെഡുകൾ ഉള്ളതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലൊന്നാണ് നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ചെയ്യും, അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടറിൻ്റെ ലെവൽ കൂടും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഗ്രൗണ്ട് വാട്ടറിൻ്റെ ലെവൽ കൂടുന്നതനുസരിച്ച് ഈ പറയുന്ന ധാരാളം ആൾക്കാർ ഈ പറയുന്ന കിണർ വെള്ളം പോലെയുള്ള സാധനങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ പറയുന്ന അവർ ഡ്രിങ്കിങ് വാട്ടർ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം വരുന്ന സമയത്ത്, ഈ ഗ്രൗണ്ട് വാട്ടറിൻ്റെ ലെവൽ കൂടുന്ന സമയത്ത് ആവശ്യത്തിന് ആൾക്കാർക്ക് ഡ്രിങ്കിങ് വാട്ടർ അവൈലബിൾ ആവും. അറ്റ് ദ സെയിം ടൈം ഇറിഗേഷന് വേണ്ടിയുള്ള വെള്ളം അവൈലബിൾ ആവും. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ട് നമ്മുടെ ഈ പറയുന്ന ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഇംപ്രൂവ് ചെയ്യുന്ന സമയത്ത്. റീസ്റ്റോർഡ് അവൈലബിലിറ്റി, ദിസ് മാനേജ്മെന്റ് എൻഷുവേഴ്സ് ഇയർ റൗണ്ട് സപ്ലൈ ഓഫ് വാട്ടർ ഫോർ ഡ്രിങ്കിങ്, സാനിറ്റേഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ യൂസ്, എഫക്റ്റീവ്ലി എൻഡിങ് സീസണൽ വാട്ടർ സ്കാർസിറ്റി. നമുക്കറിയാം പല സ്ഥലങ്ങളിലും ഈ വരൾച്ച ഭയങ്കരമായി ബാധിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ വരൾച്ച ശരിക്കും പറഞ്ഞാൽ ചൂടുകാലത്തല്ല, മഞ്ഞുകാലത്താണ് ഏറ്റവും കൂടുതൽ വരൾച്ച ഇന്ത്യയിലുള്ളത്. അതായത് ഇന്ത്യൻ ക്ലൈമറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനകത്ത് ഏറ്റവും കൂടുതൽ ഡ്രൗട്ട് വരുന്നത് നമ്മുടെ ഈ ചൂടുകാലത്തല്ല. നമ്മുടെ ഇപ്പോൾ ചൂടുകാലം അറിയാം, നമ്മുടെ ഭയങ്കര ഹൈ ടെമ്പറേച്ചറിലാണ് നമ്മുടെ ഈ ചൂട് കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇപ്പോൾ എൽനിനോ പോലുള്ള ഫിനോമിനൻസ് ഒക്കെ അതിൻ്റെയൊക്കെ അതുമായി റിലേറ്റ് ചെയ്തു. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരൾച്ച വരുന്നത് ചൂടുകാലത്തല്ല, മഞ്ഞുകാലത്താണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ചൂടുകാലത്ത് ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ കൂടുതലാണ്, കൂടുതൽ സൺലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ വേനൽ മഴ എന്ന് പറയുന്ന സമ്മർ റെയിൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. പക്ഷേ മഞ്ഞുകാലത്തിൽ ആ മഴയുമില്ല. ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ പറയുന്ന വരൾച്ച പോലെയുള്ള സംഭവം ബാധിക്കുന്ന മഞ്ഞുകാലത്ത്, ആ സമയത്തും വാട്ടർ നമുക്ക് കിട്ടും, വാട്ടർ അവൈലബിൾ ആവും. നമ്മുടെ ഈ വാട്ടർ ഷെഡൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്താൽ. ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്ഷൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഈ വാട്ടർ ഷെഡ്സ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഓഷൻ ഉൾപ്പെടെ ഒരു വാട്ടർ ഷെഡാണ്. ഇതിനകത്ത് എന്തുമാത്രം ജീവജാലങ്ങളാണ് താമസിക്കുന്നത്, എന്തുമാത്രം ഈ പറയുന്ന ചെടികളാണെങ്കിലും, അത് മീൻസ് ഫ്ലോറ ആണെങ്കിലും ഫോണ ആണെങ്കിലും എന്തുമാത്രം ജീവജാലങ്ങളാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന വാട്ടർ ഷെഡ്സ് എന്നൊക്കെ പറയുന്ന ഒരു എക്കോസിസ്റ്റമാണ്. ധാരാളം പലതരത്തിലുള്ള ജീവജാലങ്ങളും അതിനകത്ത് അധിവസിക്കുന്നുണ്ട്. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്ഷൻ, ബൈ മെയിൻറ്റെയിനിങ് സ്റ്റേബിൾ വാട്ടർ ബോഡീസ് ആൻഡ് വെറ്റ്ലാൻഡ്സ്, വാട്ടർ ഷെഡ്സ് പ്രൊവൈഡ് ക്രിട്ടിക്കൽ ഹാബിറ്റേറ്റ്സ് ഫോർ ഡൈവേഴ്സ് ഫ്ലോറ ആൻഡ് ഫോണ. അതിൻ്റെയൊക്കെ ഒരു വാസസ്ഥലമാണ്. ധാരാളം ആനിമൽ കിങ്ഡത്തിൻ്റെയും ധാരാളം പ്ലാന്റ് കിങ്ഡത്തിൻ്റെ അകത്ത് വരുന്ന ധാരാളം സ്പീഷീസിൻ്റെ ഒരു അധിവസിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഈ വാട്ടർ ഷെഡുകൾ. ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷൻ, they help regulate the regional water cycle and sequester carbon through increased vegetation and afforestation. വാട്ടർ സൈക്കിളിനെ റെഗുലേറ്റ് ചെയ്യും അല്ലേ? വാട്ടർ സൈക്കിളിനെ റെഗുലേറ്റ് ചെയ്യും. നമ്മുടെ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന മരങ്ങളും കാടുകളും ഒക്കെ മരങ്ങളും കാടുകളും ഒക്കെ സഹായിക്കും. ഇപ്പം നമ്മുടെ ഇവിടെ പറയുന്നത് നമ്മുടെ വാട്ടർ ഷെഡിൻ്റെ കാര്യമാണ്. അപ്പോൾ വാട്ടർ ബോഡീസും ഇതേപോലെ തന്നെ നമ്മുടെ ക്ലൈമറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ പ്രശ്നവശത്തേക്ക് കുറയ്ക്കും, അല്ലെങ്കിൽ അതുവഴി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കാർബണിൻ്റെ കേസ് തന്നെയാണ് ഇവിടെ പറയുന്നത്. കാർബൺ സെക്വസ്ട്രേഷൻ അതെന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഇപ്പോൾ അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് അബ്സോർബ് ചെയ്ത് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതുവഴി എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലുള്ള ചൂട് കുറയ്ക്കാൻ സാധിക്കും. അതുവഴി ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ ഗ്ലേഷ്യേഴ്സ് മെൽറ്റ് ആവുന്നത് കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആര് സഹായിക്കും? നമ്മുടെ വാട്ടർ ഷെഡുകൾ അല്ലെങ്കിൽ വാട്ടർ ഷെഡ്സ് സഹായിക്കും. അതുവഴി ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേറ്റ് ചെയ്യും. ആൻഡ് ദെൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. നല്ല രീതിയിൽ വാട്ടർ ഷെഡുകൾ ഉള്ള ഒരു പ്രദേശമാണെങ്കിൽ
അവിടെ വളരെ വലിയൊരു ഫ്ലഡ് വന്നാൽ പോലും ആ വാട്ടർ ഷെഡിൻ്റെ അകത്ത് ആ വെള്ളം വന്ന് ഇറങ്ങിക്കോളും. അല്ല എങ്കിൽ ഈ വാട്ടർ ആ പറയുന്ന ജനവാസ മേഖലകളിലൂടെയൊക്കെ ഒഴുകി ആൾക്കാരുടെ വീടും ആൾക്കാരുടെ ജീവനെയും ഒക്കെ ഇല്ലാണ്ടാക്കും. പക്ഷേ വാട്ടർ ഷെഡ് ഉള്ള പ്രദേശത്താണെങ്കിൽ ഫ്ലാഷ് ഫ്ലഡ്സ് പോലെയുള്ള അല്ലെങ്കിൽ ഫ്ലഡുകൾ വരുന്ന സമയത്ത് ഭയങ്കരമായി ബുദ്ധിമുട്ട് ഉണ്ടാവത്തില്ല. കാരണം ഈ വാട്ടർ ഷെഡിൻ്റെ അകത്ത് തന്നെ ഈ വാട്ടർ വന്ന് നിറഞ്ഞോളും. ആൻഡ് അറ്റ് ദ സെയിം ടൈം അതേപോലെ തന്നെ ഡ്രൗട്ടിൻ്റെ സെവറിനിറ്റിയും കുറയ്ക്കും. ഇപ്പോൾ ആവശ്യത്തിന് ഈ പറയുന്ന വാട്ടർ ഷെഡ്സ് ഉള്ള സമയത്ത് ഗ്രൗണ്ട് വാട്ടറിൻ്റെ ലെവൽ കൂടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടറിൻ്റെ ലെവൽ കുറയാതെ ഇരിക്കാൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ വരൾച്ച വരുന്ന സമയത്തും കുറച്ചുകൂടെ ഈർപ്പവും കാര്യങ്ങളും, അല്ലെങ്കിൽ ഈ പറയുന്ന കിണർ പോലെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ വാട്ടർ ഷെഡ്സിൻ്റെ അകത്ത് നിന്ന് ആൾക്കാർക്ക് വെള്ളം അവൈലബിൾ ആക്കാൻ സാധിക്കും, ഡ്രിങ്കിങ്ങിനും അറ്റ് ദ സെയിം ടൈം ഇറിഗേഷനും വേണ്ടി. ഇനി ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ബൈ യൂട്ടിലൈസിംഗ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടെക്നിക്സ് സച്ച് ആസ് ചെക്ക് ഡാംസ് ആൻഡ് പെർക്കുലേഷൻ ടാങ്ക്സ്, വാട്ടർ ഷെഡ്സ് റിപ്ലനിഷ് അണ്ടർഗ്രൗണ്ട് അക്വിഫയേഴ്സ്. നമ്മൾ ഈ ക്ലാസ് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇനി പല സംസ്ഥാനങ്ങളിലും റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ അവർ ഓരോ സംസ്ഥാനങ്ങളിലും ചെയ്തിട്ടുള്ള പല പല കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ അതുവഴി ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് വഴി എങ്ങനെയാണ് ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ചെയ്തതെന്നൊക്കെ നമുക്കപ്പോൾ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ പല പല നമ്മുടെ ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളിൽ നടത്തിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് പഠിക്കും. ഇതേപോലെ പല ചെക്ക് ഡാമുകളും അതേപോലെ തന്നെ ടാങ്കുകളും റെയിൻ വാട്ടർ ടാങ്കുകളും അങ്ങനെയുള്ള പല കാര്യങ്ങൾ, കോമൺ ആയിട്ടുള്ള ടാങ്കുകൾ നമ്മളിനി അങ്ങോട്ട് പോകുന്ന സമയത്ത് പറയും. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ഏഴി എന്നൊക്കെ പറയുന്ന ടാങ്കുകളുണ്ട്. ഓരോ വില്ലേജുകളിലും ടാങ്കൊക്കെ നിർമ്മിച്ച് മഴവെള്ളം അതിൽ സംഭരിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ. ഇനി ഇറോഷൻ പ്രിവെൻറ്റിംഗ് ടെക്നിക്സ് ലൈക്ക് കോണ്ടോർ ബണ്ടിങ് ആൻഡ് അഫോറസ്റ്റേഷൻ പ്രൊട്ടക്ട് ലാൻഡ്സ്കേപ്പ് ഫ്രം ഡീഗ്രഡേഷൻ, കീപ്പിംഗ് ടോപ്പ് സോയിൽ ഇൻടാക്ട്. ഈ കോണ്ടോർ ബണ്ടിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാലോ നമ്മുടെ നിങ്ങൾ സ്റ്റെപ്പ് കൾട്ടിവേഷനൊക്കെ അറിയാമായിരിക്കും. സ്റ്റെപ്പ് കൾട്ടിവേഷൻ അതായത് സ്റ്റീപ്പായിട്ടുള്ള സ്ലോപ്പുകളിൽ ഈ പറയുന്ന നമ്മൾ അവിടെ ഡയറക്റ്റായിട്ട് കൾട്ടിവേറ്റ് ചെയ്താൽ ഇപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് കൃഷി ചെയ്യാൻ പറ്റത്തില്ല സ്റ്റീപ്പ് സ്ലോപ്പുകളിൽ. കാരണം ഈ മഴ അല്ലെങ്കിൽ ഫ്ലഡൊക്കെ വരുമ്പോൾ മൊത്തമായിട്ട് ഒലിച്ചിറങ്ങും. അതേപോലെ തന്നെ സോയിൽ ഇറോഷനും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റീപ്പായിട്ടുള്ള സ്ലോപ്പുകളിൽ ഈ ടെറസ് കൾട്ടിവേഷൻ അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് കൾട്ടിവേഷൻ, ഓരോ സ്റ്റെപ്പായിട്ട് തട്ടായിട്ട് കൾട്ടിവേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഈ തട്ടായിട്ട് ഈ സ്റ്റീപ്പായിട്ടുള്ള സ്ലോപ്പുകളെ തട്ടായിട്ട് തിരിച്ച് അതിനകത്ത് വെള്ളം കെട്ടി നിർത്തുന്ന ഒരു പരിപാടിയാണ് കോണ്ടോർ ബണ്ടിങ് എന്ന് പറയുന്നത്. അതാണ് കോണ്ടോർ ബണ്ടിങ്. അതായത് ഇപ്പോൾ സ്റ്റീപ്പായിട്ടുള്ള സ്ലോപ്പുകളിലാണെങ്കിൽ വെള്ളം, ഇപ്പോൾ മുകളിൽ വെള്ളം എന്നൊക്കെ ആണെങ്കിൽ അത് ഒഴുകി അങ്ങ് പോകത്തില്ലേ, അത് തടയാൻ വേണ്ടി സ്റ്റെപ്പുകൾ കൺസ്ട്രക്ട് ചെയ്യും. സ്റ്റെപ്പുകൾ പോലെ, അതായത് സ്റ്റെപ്പുകൾ കൺസ്ട്രക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഒരു ടോപ്പോഗ്രഫീനെ സ്റ്റെപ്പ് പോലെ ആക്കി മാറ്റിയെടുക്കും. അപ്പോൾ എന്നിട്ട് അതിനകത്ത് വെള്ളം കെട്ടിക്കിടക്കും, വെള്ളം കെട്ടി നിർത്തും. അതേപോലെ തന്നെ ഇങ്ങനെ ഈ പറയുന്ന സ്ലോപ്പ് മാറ്റി സ്റ്റെപ്പ് പോലെ ആക്കി വെച്ചിട്ട് ഈ സ്റ്റെപ്പുകളുടെ അകത്ത് കുഞ്ഞു കുഴികൾ പോലെ കുഴിച്ച് അതിനകത്തും വെള്ളം കെട്ടി നിർത്തും. ഇതാണ് നമ്മുടെ ഈ കോണ്ടോർ ബണ്ടിങ് എന്ന് പറയുന്ന സാധനം, കോണ്ടോർ ബണ്ടിങ്. ആൻഡ് അഫോറസ്റ്റേഷൻ പ്രൊട്ടക്ട് ദ ലാൻഡ്സ്കേപ്പ് ഫ്രം ഡീഗ്രഡേഷൻ, കീപ്പിംഗ് ടോപ്പ് സോയിൽ ഇൻടാക്ട്. ഇനി എൻഹാൻസ്ഡ് ഫെർട്ടിലിറ്റി. തീർച്ചയായും ഉറപ്പായിട്ടുള്ള ഒരു കാര്യമല്ലേ, നമ്മുടെ ഈ വാട്ടർ ഷെഡൊക്കെ നമ്മൾ മാനേജ് ചെയ്യുന്ന സമയത്ത് ചുറ്റുമുള്ള മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി ഭയങ്കരമായി കൂടുവാണ്. ഈ പറയുന്ന വാട്ടർ ഷെഡ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞു വാട്ടർ ഷെഡ്സ് എന്ന് പറയുന്നത് ഒരു എക്കോസിസ്റ്റം ആണ് ശരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചുറ്റുമുള്ള സോയിലിൻ്റെ ഫെർട്ടിലിറ്റി ഉറപ്പായും കൂടുന്നതാണ്. ഇംപ്രൂവ്ഡ് മോയ്സ്ചർ റിട്ടൻഷൻ ആൻഡ് അക്യുമുലേഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ. ഈ ജീവജാലങ്ങളൊക്കെ ഇതിൽ വന്ന് താമസിക്കുന്ന സമയത്ത്, ഇപ്പോൾ എക്കോസിസ്റ്റം ആണെന്ന് പറഞ്ഞല്ലോ, അതേപോലെ തന്നെ ഓരോ വാട്ടർ ഷെഡ്സിലും ധാരാളം ഫ്ലോറയും ഫോണയും, അതായത് ധാരാളം പ്ലാന്റ്സും ആനിമൽസും ഒക്കെ ജീവിക്കുന്നുണ്ട് എന്നും പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ പറയുന്ന പ്ലാന്റ്സിൻ്റെ ആണെങ്കിലും ആനിമൽസിൻ്റെ ആണെങ്കിലും പല പല ഓർഗാനിക് മാറ്റർ, അത് ഇപ്പോൾ അവരുടെ ജീവിതകാല സമയത്തുള്ള ഓർഗാനിക് മാറ്ററുണ്ട്, അതൊക്കെ മരിച്ചു കഴിഞ്ഞുള്ള അവരുടെ ഓർഗാനിക് മാറ്ററും ഒക്കെ മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി കൂട്ടും, മേക്കിംഗ് ദ ലാൻഡ് മോർ പ്രൊഡക്റ്റീവ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻസ്. ഇനി റെഡ്യൂസ്ഡ് മൈഗ്രേഷൻ. അപ്പോൾ ഈ വാട്ടർ ഷെഡ്സ് ഉണ്ടാവുന്ന സമയത്ത്, വാട്ടർ ഷെഡുകൾ ഉള്ള സമയത്ത് പലപ്പോഴും വരൾച്ച വരുന്ന സമയങ്ങളിൽ ആൾക്കാർക്ക് കൂടുതൽ ഇതിനകത്ത് നിന്ന്, അതായത് ഈ വാട്ടർ ഷെഡുകളുടെ അകത്തു നിന്നൊക്കെ വെള്ളം എടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഭയങ്കരമായി താഴത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ആൾക്കാർക്ക് ഈ മൈഗ്രേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടാത്ത ഒരവസ്ഥ വരും. By making local agricultural viable and sustainable, watershed management helps stabilize rural communities and reduce the need for distress migration to urban centers.
അപ്പോൾ അതേപോലെ തന്നെ അവർക്ക് പലതരത്തിലുള്ള ഗുണങ്ങൾ വരുന്നുണ്ട്. ഇനി അടുത്ത നമ്മുടെ ഒരു ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. വാട്ടർ ഷെഡ്സിൻ്റെ അതിൻ്റെ സൈസ് അനുസരിച്ച്, അതിൻ്റെ ഏരിയയുടെ സൈസ് അനുസരിച്ച് നമുക്ക് അഞ്ചായിട്ട് തിരിക്കാം. മിനി, മൈക്രോ, മില്ലി, സബ്, മാക്രോ. മിനി, മൈക്രോ, മില്ലി, സബ്, മാക്രോ. ഞാൻ പറഞ്ഞായിരുന്നു സൈസിൻ്റെ ബേസിസിലാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതാണ് ഒരു ക്ലാസിഫിക്കേഷൻ്റെ അതിൻ്റെ മാനദണ്ഡം. അതായത് 100 തൊട്ട് 100 ഹെക്ടർ വരെയുള്ള പ്രദേശമാണെങ്കിൽ അതിനെ മിനി വാട്ടർ ഷെഡ് എന്ന് പറയും. ഇനി 100 തൊട്ട് 1000 ഹെക്ടർ വരെയാണെങ്കിൽ അതിനെ മൈക്രോ വാട്ടർ ഷെഡ് എന്ന് പറയും. ഇനി 1000 ഹെക്ടർ മുതൽ 10000 ഹെക്ടർ വരെയാണെങ്കിൽ അതിനെ മില്ലി വാട്ടർ ഷെഡ് എന്നും പറയും. 10000 തൊട്ട് 50000 ഹെക്ടർ വരെയാണെങ്കിൽ അതിനെ സബ് വാട്ടർ ഷെഡ് എന്നാണ് പറയുന്നത്. ഇനി 50000 മുകളിലാണ് എങ്കിൽ അതിനെ മാക്രോ വാട്ടർ ഷെഡ് എന്ന് പറയും. അപ്പോൾ ഇതാണ് ഒരു ക്ലാസിഫിക്കേഷൻ. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. 5 രീതിയിലായിട്ടാണ് നമ്മുടെ വാട്ടർ ഷെഡിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. മിനി, മൈക്രോ, മില്ലി, സബ്, മാക്രോ. ഈ ഓർഡറിൽ തന്നെ പഠിച്ചിരിക്കണം. പിന്നെ ഇതിൽ മാക്രോ അത് നമുക്കറിയായിരിക്കും. മാക്രോ ആണ് ഏറ്റവും വലുത്. അപ്പോൾ അതാണ് ഏറ്റവും വലുത് 50,000. മിനി, മൈക്രോ, മില്ലി, സബ്, മാക്രോ. അപ്പോൾ ഈ ഒരു കണക്കും കൂടെ ഓർത്ത് വെച്ചിരിക്കുക. ഓർഡറിൽ തന്നെ പഠിച്ചു വയ്ക്കുക. സം ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ്. മാത്സ് ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കാൻ വളരെയേറെ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ആ പറഞ്ഞൊരു ക്ലാസിഫിക്കേഷൻ. ഇനി നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ നല്ലൊരു ഭാഗം കർഷകരും മഴവെള്ളത്തിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അല്ലെങ്കിൽ അവർ കൃഷി ചെയ്യുന്നത്. ഏകദേശം പറഞ്ഞാൽ ഒരു പണ്ട് കാലങ്ങളിൽ, അതായത് ഇന്ത്യ ഇൻഡിപെൻഡൻസ് ഒക്കെ ആവുന്ന ആ ഒരു സമയങ്ങളിലാണെങ്കിൽ, അതിന് മുന്നേ ആണെങ്കിൽ ഒരു 80% കർഷകർ നമ്മുടെ മഴയാണ് ആശ്രയിച്ചിരുന്നത്. പിന്നീട് ആ ഒരു കണക്ക് 60%-ലേക്കൊക്കെ കുറഞ്ഞു. പിന്നെ ഇന്നത്തെ ഉള്ള ഒരു കണക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏകദേശം 55%-ഓളം പ്രദേശങ്ങൾ മഴവെള്ളത്തെ ആശ്രയിച്ച് തന്നെയാണ് കൃഷി ചെയ്യുന്നത് അല്ലെങ്കിൽ കൃഷി നടക്കുന്നത്. അപ്പോൾ ചില സംസ്ഥാനങ്ങൾ, ഇപ്പോൾ നമ്മുടെ മഴ കുറവുള്ള സംസ്ഥാനം, ഫോർ എക്സാമ്പിൾ നമ്മുടെ തമിഴ്നാട്ടിൽ നല്ലൊരു ഭാഗം മഴനിഴൽ പ്രദേശമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ പറയുന്ന എറിഡായിട്ടുള്ള സ്ഥലങ്ങൾ, അതായത് തരിശു ഭൂമികൾ, ഇപ്പോൾ നമ്മുടെ രാജസ്ഥാൻ മഴ ഭയങ്കര കുറവല്ല, നമ്മുടെ ഡെസേർട്ടുള്ള സ്ഥലമാണ്, നമ്മുടെ ഡെസേർട്ടിൻ്റെയൊക്കെ സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ തമിഴ്നാട്, രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ് പോലെയുള്ള പ്രദേശങ്ങളിൽ ഗ്രൗണ്ട് വാട്ടർ യൂട്ടിലൈസേഷൻ ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ പഞ്ചാബ്, ഹരിയാനയൊക്കെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കൃഷി, ധാരാളം വീറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിക്കുന്ന സ്ഥലമാണ് നമ്മുടെ പഞ്ചാബ്, ഹരിയാന. അപ്പോൾ പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, തമിഴ്നാട് ഈ സ്ഥലങ്ങളിലൊക്കെ ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ യൂസ് ചെയ്യുന്നത്. കൃഷിക്ക് വേണ്ടിയാണ് അവർ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് വാട്ടർ യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഗ്രൗണ്ട് വാട്ടറിൻ്റെ യൂസേജ് കൂടുതലാവുന്ന സമയത്ത് ഈ ബാക്കിയുള്ള ഗ്രൗണ്ട് വാട്ടറിലുള്ള കെമിക്കൽ കണ്ടന്റ് കൂടും. ഗ്രൗണ്ട് വാട്ടറിൻ്റെ ലെവൽ കുറയുന്ന അനുസരിച്ച് അതിനകത്തുള്ള കെമിക്കലിൻ്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ ആ ഒരു പെർസെൻറ്റേജ് കൂടും. ഇപ്പോൾ ബംഗാളിലെയും നമ്മുടെ വെസ്റ്റ് ബംഗാൾ, ബീഹാറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെയും ഇതേപോലെ ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഗ്രൗണ്ട് വാട്ടർ ഭയങ്കരമായി വലിച്ചെടുക്കുന്ന പ്രദേശങ്ങളിൽ അവിടെയുള്ള വെള്ളത്തിൽ ആർസനിക്കിൻ്റെ കണ്ടന്റ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ രാജസ്ഥാൻ, മഹാരാഷ്ട്ര പ്രദേശങ്ങളിലും ഇതേപോലെ തന്നെ ഫ്ലൂറൈഡിൻ്റെ പ്രസൻസ് കൂടുതലാണ്. അതും ഇതാണ് കാരണം, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ കാരണം നമ്മുടെ ഫ്ലൂറൈഡിൻ്റെ പ്രസൻസ് രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും കൂടുതലാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം വെസ്റ്റ് ബംഗാളിലും ബീഹാറിലും ആർസനിക്കിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ആർസനിക് കണ്ടന്റ് കൂടുതലാണ്. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ആണ് കാരണം. ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ട്. ബംഗാളിലും ബീഹാറിലും ആർസനിക്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര ഫ്ലൂറൈഡ്. ഈ കാര്യങ്ങൾ ഓർത്ത് വെച്ചോളുക. പിന്നെ അതേപോലെ തന്നെ ഈ ഗ്രൗണ്ട് വാട്ടറിൻ്റെ യൂസേജ് ഉണ്ടല്ലോ, അത് വർഷം അനുസരിച്ച് മാറിയിരിക്കും. ഇതാണ് നമ്മുടെ കോമൺ ആയിട്ട് നമ്മുടെ PSC എടുത്തിരിക്കുന്ന സംസ്ഥാനങ്ങൾ. ഇനി അടുത്തത് ദേശീയ ജല നയം. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ജലനയം രൂപീകരിച്ചത് ഈ 1987 ദേശീയ ജലനയത്തിലൂടെയാണ്, നാഷണൽ വാട്ടർ പോളിസി. അപ്പോൾ ഈ പറയുന്ന നാഷണൽ വാട്ടർ പോളിസി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഈ പറയുന്ന നമ്മുടെ വാട്ടർ ബോഡീസ് അല്ലെങ്കിൽ വാട്ടർ റിസോഴ്സസിനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, വാട്ടർ സ്കാസിറ്റി ഇല്ലാണ്ടാക്കുക,
അതേപോലെ തന്നെ ഇതിൻ്റെ റീചാർജ്, ഇതിൻ്റെ റിപ്ലനിഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ദേശീയ ജലനയത്തിനകത്ത് വരുന്നത്. അപ്പോൾ 1987 സെപ്റ്റംബറിലാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ ദേശീയ ജലനയം അപ്രൂവ് ചെയ്യുന്നത്. പിന്നീട് 2 പ്രാവശ്യം അവർ അതിൽ ഭേദഗതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയണ്ട, കാരണം അതൊരു ബില്ലല്ലല്ലോ. അപ്പം നമുക്കത് 2 പ്രാവശ്യം അവർ മാറ്റി റിവ്യൂ ചെയ്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, 2002-ലും 2012-ലുമായിട്ട്. അപ്പോൾ ആ ഡേറ്റ്സ് ഓർത്ത് വെച്ചോളുക. 1987 സെപ്റ്റംബറിലാണ് ദേശീയ ജലനയം രൂപീകരിച്ചത്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയത്. അതിനുശേഷം 2002-ലും 2012-ലും ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ് എന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ വാട്ടറിനെ എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക, അതാണ്. നാഷണൽ വാട്ടർ പോളിസി വാസ് ഫോർമുലേറ്റഡ് ടു റെഗുലേറ്റ് ദ പ്ലാനിംഗ്, ഡെവലപ്മെൻറ്റ് and optimal utilization of water resources. വാട്ടർ റിസോഴ്സസിൻ്റെ ഒപ്റ്റിമൽ യൂട്ടിലൈസേഷന് വേണ്ടിയുള്ള പ്ലാനിങ്ങും ഡെവലപ്മെൻറ്റ് പോലെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ദേശീയ ജലനയത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. അപ്പോൾ ദേശീയ ജലനയത്തിനകത്ത് നമ്മുടെ വാട്ടർ യൂട്ടിലൈസ് ചെയ്യുന്നതിന് ഒരു പ്രയോറിറ്റി നൽകിയിട്ടുണ്ട്. അതായത് നമ്മുടെ രാജ്യത്തിനകത്തുള്ള വെള്ളം, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനകത്ത് ലഭിക്കുന്ന ആ ഒരു വെള്ളം എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾക്കാണ്, ഏതിനാണ് കൂടുതൽ പ്രയോറിറ്റി നൽകണത് എന്നൊരു കാര്യം കൂടെ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ വെള്ളത്തിന് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് എന്തിനായിരിക്കും? ഡ്രിങ്കിങ് വാട്ടർ, അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു നീഡല്ലേ വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള വാട്ടറിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി വരുന്നത് ഡ്രിങ്കിങ് വാട്ടറിനാണ്. അതായത് ഫസ്റ്റ് പ്രയോറിറ്റി ഡ്രിങ്കിങ് പർപ്പസിന് വേണ്ടിയാണ്. രണ്ടാമത്തെ പ്രയോറിറ്റി ഇറിഗേഷനാണ്, അതായത് മെയിനായിട്ട് കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഇറിഗേഷനാണ്. അതിനുശേഷം ഹൈഡ്രോ ഇലക്ട്രിസിറ്റി, നമ്മുടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം വാട്ടർ ട്രാൻസ്പോർട്ടും, അതിനും ശേഷം ഏറ്റവും ലാസ്റ്റാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഈ ഒരു പ്രയോറിറ്റി ഓർത്ത് വെച്ചിരിക്കുക: ഡ്രിങ്കിങ് വാട്ടർ, ഇറിഗേഷൻ, ഹൈഡ്രോ ഇലക്ട്രിസിറ്റി, വാട്ടർ ട്രാൻസ്പോർട്ട് ആൻഡ് ഇൻഡസ്ട്രിയൽ യൂസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ദേശീയ ജലനയം, നാഷണൽ വാട്ടർ പോളിസി 1987 പറയുന്ന പ്രകാരമുള്ള വാട്ടർ യൂസേജിൻ്റെ പ്രയോറിറ്റി. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്താണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ മുതൽ പഠിക്കുന്ന കാര്യമാണ് ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. അത് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കണം. ധാരാളം പോളിസീസും ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മഴവെള്ള സംഭരണം, സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ മഴവെള്ള സംഭരണം. പലതരത്തിൽ നമുക്കത് സംഭരിക്കാം. നമുക്ക് ഈ പറയുന്ന ടാങ്കുകൾ കൺസ്ട്രക്ട് ചെയ്ത് അതിനെ നമ്മുടെ വീടിൻ്റെ മുകളിൽ ഈ പറയുന്ന റൂഫൊക്കെ ചെയ്ത് ആ റൂഫിൻ്റെ അറ്റത്ത് പൈപ്പ് ഒക്കെ ഫിക്സ് ചെയ്ത് നമുക്ക് റെയിൻ വാട്ടർ ഏതെങ്കിലും ഒരു ടാങ്കിൽ കളക്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. അല്ല എങ്കിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ സിമെൻറ്റും അതേപോലെ ഇൻ്റർലോക്കിനൊക്കെ പകരം വെള്ളം മണ്ണിലേക്ക് ഊഴ്ന്നിറങ്ങി പോകുന്ന രീതിയിൽ ആക്കി നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ കൂട്ടാം. അപ്പോൾ ഇതെല്ലാം നമ്മുടെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. മെയിനായിട്ട് റെയിൻ വാട്ടർ ടാങ്ക്സ് ആണ്. ഇപ്പോൾ നമ്മുടെ തമിഴ്നാട് പോലെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ റെയിൻ വാട്ടർ ടാങ്ക് മസ്റ്റാണ്. വീട് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് റെയിൻ വാട്ടർ ടാങ്ക് കൺസ്ട്രക്ട് ചെയ്യുന്ന മസ്റ്റാണ്. Rainwater harvesting is a method to replenish groundwater resources. Tamil Nadu is the state which has made rainwater harvesting mandatory when building a house. കാരണം വെള്ളം ഭയങ്കര കുറവുള്ള പ്രദേശമാണ്, മഴ ഭയങ്കര കുറവുള്ള പ്രദേശമാണ്, മഴനിഴൽ പ്രദേശമാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭാഗത്ത്, നമ്മുടെ കേരളത്തിനകത്ത് ഇരിക്കുന്ന ഡാമാണ് മുല്ലപ്പെരിയാർ. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ വെള്ളം യൂട്ടിലൈസ് ചെയ്യുന്നത് നമ്മുടെ തമിഴ്നാടാണ്. പെർസെൻറ്റേജ് കൂടുതൽ അവർക്കാണ്. അതേപോലെ തന്നെ കാട്ടാക്കട കോൺസ്റ്റിറ്റ്യുവൻസിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്തുള്ള കാട്ടാക്കട. അപ്പോൾ കാട്ടാക്കടയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഗ്രൗണ്ട് വാട്ടർ റീചാർജ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ പൊതുസ്ഥാപനങ്ങളിലോ ആർട്ടിഫിഷ്യൽ ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ചെയ്ത അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത ആദ്യത്തെ മണ്ഡലമാണ് നമ്മുടെ തിരുവനന്തപുരത്തുള്ള കാട്ടാക്കട മണ്ഡലം. As a result of the work of the water security project, water balance for everlasting sources. അപ്പോൾ വേറൊന്നുമല്ല, നമ്മുടെ ആർട്ടിഫിഷ്യൽ ഗ്രൗണ്ട് വാട്ടർ റീചാർജ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത ആദ്യത്തെ മണ്ഡലമാണ് നമ്മുടെ തിരുവനന്തപുരത്തെ കാട്ടാക്കട മണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ അത് കറണ്ട് അഫെയർ ആയിട്ട് വരുന്ന കാര്യമാണ്. അത് വളരെ റീസെൻ്റ് ആയിട്ട് നടന്നൊരു സംഭവമാണ്. Method to collect every drop of water into wells,
to wells and pits at a very low cost using completely eco-friendly technology. അപ്പോൾ ഇത് തന്നെയാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. അതെന്താ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇനി വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് ഇൻ കേരള. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ. ഒരു പക്ഷേ ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. നമ്മുടെ ഈ വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോഡൽ ഏജൻസിയാണ് നമ്മുടെ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ആണ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് ഇൻ കേരളത്തിലെ വാട്ടർഷെഡ് മാനേജ്മെൻറ്റിൻ്റെ നോഡൽ ഏജൻസി അല്ലെങ്കിൽ നോഡൽ ഡിപ്പാർട്ട്മെൻറ്റ്. ഓർത്ത് വെച്ചോളുക. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ വളരെയേറെ സാധ്യതയുണ്ട്. അപ്പോൾ 1963 ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിച്ചത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഡേറ്റ് ആണ്, നമ്മൾ രണ്ടാമത്തെ ഇയർ ആണ് ഇവിടെ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞത്. ആദ്യം പറഞ്ഞ ഇയർ 1987 സെപ്റ്റംബർ. എന്തായിരുന്നു അന്ന് ആ ഒരു ഡേറ്റിൻ്റെ പ്രത്യേകത? നാഷണൽ വാട്ടർ പോളിസി, ദേശീയ ജലനയം രൂപീകരിച്ചത് അഥവാ കേന്ദ്ര സർക്കാർ അപ്രൂവ് ചെയ്തതായിരുന്നു 1987. ഇനി അടുത്തത് 1963 നമ്മുടെ കേരളത്തിലെ വാട്ടർഷെഡ് മാനേജ്മെൻറ്റിൻ്റെ നോഡൽ ഏജൻസി, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, അതായത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള അതോറിറ്റി ആയ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ സ്ഥാപിതമായത്. ഇറ്റ് പ്രൊവൈഡ് സയൻറ്റിഫിക് ഡേറ്റ ഓൺ സോയിൽ ആൻഡ് ലാൻഡ് റിസോഴ്സസ്, ഇംപ്ലിമെൻറ്റ്സ് കൺസർവേഷൻ പ്രോജക്ട്സ്, അതേപോലെ തന്നെ എക്കോ റീസ്റ്റോറേഷൻ പ്രൊമോട്ട് ചെയ്യും. ഈ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ ചെയ്യുന്ന മെയിൻ ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, അതായത് നമ്മുടെ DSSC ആ ഒരു അതും കൂടെ ഓർത്ത് വെച്ചോളുക. DSSC എന്നാണ് അതിന് പറയുന്ന ഷോർട്ട് ഫോം. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ. അപ്പോൾ സസ്റ്റൈനബിൾ ലാൻഡ് മാനേജ്മെൻറ്റ്, വാട്ടർഷെഡ് പ്രയോറിറ്റൈസേഷൻ, ട്രെയിനിങ് ഫോർ നാച്ചുറൽ റിസോഴ്സ് കൺസർവേഷൻ, ഈ കാര്യങ്ങളിലൊക്കെയാണ് നമ്മുടെ DSSC ഫോക്കസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് വൈറ്റൽ ഫോർ ഫുഡ് സെക്യൂരിറ്റി ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻ ദ സ്റ്റേറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അടുത്തതാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്, കമ്മീഷണറേറ്റ് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ കമ്മീഷണറേറ്റ് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്, ഇത് നമ്മുടെ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു സ്ഥാപനമാണ് ഈ സെൻറ്റർ ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പല ആൾക്കാർക്കും ഈ മിനിസ്ട്രിയും ഡിപ്പാർട്ട്മെൻറ്റൊക്കെ തമ്മിൽ കൺഫ്യൂഷൻ ആവും. മിനിസ്ട്രിയാണ് ഏറ്റവും മുകളിലുള്ളത്. മിനിസ്ട്രിക്കകത്ത് പല ഡിപ്പാർട്ട്മെൻറ്റുകൾ കാണും. ഒരു മിനിസ്ട്രി, ഇപ്പം നമ്മൾ ഇനി അടുത്തൊരു പ്രോജക്റ്റ് നമ്മുടെ PMKSY ഒക്കെ പഠിക്കും. ആ സമയത്ത് ഇതേപോലെ പല മിനിസ്ട്രിയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യമൊക്കെ അപ്പം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിൽ 2-3 ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ ഈ CRDയുടെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ ഫണ്ട് ചെയ്യുന്ന പ്രോഗ്രാംസ്, വാട്ടർഷെഡ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ പ്രോജക്ട്സ് അഥവാ കേന്ദ്ര സർക്കാർ ഫണ്ട് ചെയ്യുന്ന പ്രോജക്ട്സിൻ്റെ മേൽനോട്ടം, സൂപ്പർവിഷൻ, മോണിറ്ററിങ്, ഇതൊക്കെയാണ് നമ്മുടെ CRDയുടെയൊക്കെ, അതല്ലെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ. ഹാൻഡിൽസ് റൂറൽ വാട്ടർഷെഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് എസ്പെഷ്യലി ദോസ് സ്പോൺസർഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് സ്പോൺസർ ചെയ്ത വാട്ടർഷെഡ് പ്രോഗ്രാംസിൻ്റെ മേൽനോട്ടമാണ്. ഇതിവരെ നടത്തിയെടുക്കുന്ന ജില്ലാ കളക്ടർമാർ വഴിയാണ്. It oversees implementation at district and block levels with district collectors supervising activities. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യുന്നതും സൂപ്പർവൈസ് ചെയ്യുന്നതും അതാത് ജില്ലകളിലെ ജില്ലാ കളക്ടർമാരാണ്. ജില്ലാ തലത്തിലും അതേപോലെ തന്നെ ബ്ലോക്ക് തലത്തിലുമുള്ള വാട്ടർഷെഡ് പ്രോജക്ട്സിൻ്റെ ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് സെൻട്രൽ ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്ന പ്രോജക്ട്സിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ജില്ലാ കളക്ടർമാരാണ്. ബ്ലോക്ക് തലത്തിലെയും അത് ഓർത്തോളുക, ജില്ലാ തലത്തിൽ മാത്രമല്ല ബ്ലോക്ക് തലത്തിലെയും. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്, സെൻറ്റർ ഫോർ വാട്ടർ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് മാനേജ്മെൻറ്റ്, CWRDM, സെൻറ്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ്. ഇതാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഇപ്പോൾ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ജലവിഭവ വികസന മാനേജ്മെൻറ്റ് കേന്ദ്രം അല്ലെങ്കിൽ ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രം, ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രം. അപ്പോൾ അതാണ് നമ്മുടെ CWRDM എന്ന് പറയുന്നത്.
അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. റിസർച്ച് വാട്ടർഷെഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ശരിക്കും പറഞ്ഞാൽ R&D ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള, ശരിക്കും കേരള സർക്കാരിൻ്റെ കീഴിലുള്ള കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റ്. കേരള അതൊന്ന് എഴുതാവേ. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണിത്. ഇപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ് KSESTE എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ ഫോമും കൂടെ ഒന്ന് എഴുതി വെച്ചേക്കാം. കേരള സ്റ്റേറ്റ്, ഇമ്പോർട്ടൻ്റ് ആണ് ഇത്, കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റ്. ഈ ഒരു സ്ഥാപനത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കൂടെ 2003 CWRDMനെ അമാൽഗമേറ്റ് ചെയ്തു, അതായത് കമ്പൈൻ ചെയ്തു. അപ്പോൾ ഇത് നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള KSESTEയുടെ കീഴിൽ വരുന്ന ഒരു പ്രീമിയർ ആയിട്ടുള്ള വാട്ടർഷെഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ഈ പറയുന്ന വാട്ടർഷെഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ റിസർച്ചും ഡെവലപ്മെൻറ്റും ഒക്കെ നടത്തുന്നതാണ്. Center for Water Resource Development and Management is a premier research and development institution in water sector established by Government of Kerala. 2003 വരെ ഇത് സെപ്പറേറ്റ് ആയിട്ടായിരുന്നു. 2003 നമ്മുടെ കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റിൻ്റെ കൂടെ നമ്മുടെ CWRDMനെ അമാൽഗമേറ്റ് ചെയ്തത്. അപ്പോൾ 1978 ഫെബ്രുവരിയിലാണ് ഇത് സ്ഥാപിതമായത്. 1978. നമ്മൾ 87 ഒരു കാര്യം പറഞ്ഞല്ലോ, അതായത് 1987 ആദ്യത്തെ ദേശീയ ജലനയം രൂപീകരിച്ചത് അല്ലെങ്കിൽ അപ്രൂവൽ നൽകിയത്. അപ്പം ഇത് 1978 നമ്മുടെ ഈ പറയുന്ന റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത്. ആസ് ആൻ ഓട്ടോണോമസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു അണ്ടർ ദ സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി ഓഫ് ഗവൺമെൻറ് ഓഫ് കേരള. ഇത് സ്ഥാപിച്ച സമയത്തുള്ള കാര്യമാണ് പറയുന്നത്. CWRDM's vision is to be a center of excellence that meets the research and development needs of all areas of water management. ഇനി നമ്മുടെ ഇപ്പോൾ ഈ പറയുന്ന പാറ്റേൺ ചേഞ്ചിനൊക്കെ ശേഷം കണ്ടുവരുന്ന ഒരു രീതിയാണ് പലപ്പോഴും ഓരോ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കമ്മീഷൻ്റെ കാര്യങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ വന്നിട്ട് അതിൻ്റെ മിഷൻ, അതിൻ്റെ വിഷൻ, അതിൻ്റെ എബോട്ടിലുള്ള കാര്യങ്ങളെല്ലാം അതേപോലെ, അതായത് അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ എങ്ങനെയാണോ കിടക്കുന്നത് അത് അതേപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് നമ്മുടെ PSC ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതെങ്കിലും ആൻസറിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ CWRDM ഇതിൻ്റെ ഒരു വിഷനും മിഷനും ഒക്കെയാണ് അടുത്ത നമ്മൾ ഈ പറയുന്നത്. ഇത് തന്നെയാണ് അവരുടെ ഈ പറയുന്ന ഒഫീഷ്യൽ സൈറ്റിൽ കിടക്കുന്ന കാര്യം തന്നെയാണിത്. പലപ്പോഴും ഇതേ വേർഡിങ്സിൽ തന്നെ എക്സാമിനും വരത്തുള്ളൂ. കാരണം പല ബുക്കുകളിൽ പല വേർഡിങ്സ് ഒക്കെ വരുന്നത് കൊണ്ട് അപ്പോൾ അതൊരു പ്രശ്നം അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ PSC ഇതേപോലെ ഒഫീഷ്യൽ സൈറ്റിലുള്ള അതേ വേർഡിങ്സ് തന്നെ ക്വസ്റ്റ്യനിൽ തരുന്നത്, അല്ലെങ്കിൽ ആൻസറിലെ സ്റ്റേറ്റ്മെൻറ്റ്സിൽ തരുന്നത്. അപ്പോൾ അതിൻ്റെ മിഷനാണ് എനിക്ക് അടുത്ത പറയാൻ പോകുന്നത്. അപ്പോൾ അവരുടെ മിഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വാട്ടർ സെക്യൂരിറ്റി എൻഷുർ ചെയ്യുക, അതുവഴി ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുക. ഇതാണ് നമ്മുടെ CWRDMൻ്റെ അൾട്ടിമേറ്റ് മിഷൻ എന്ന് പറയുന്നത്. ഇത് അവരുടെ സൈറ്റിൽ കിടക്കുന്ന കാര്യം തന്നെയാണ്, ഇതേ വേർഡിങ്സ് ആണ്. ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ബൈ എൻഷുറിംഗ് വാട്ടർ സെക്യൂരിറ്റി ഫോർ ഓൾ through providing the necessary research and development inputs with special emphasis on humid tropical regions. ഇനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർഷെഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് കേരള, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മുടെ കൊല്ലം ചടയമംഗലത്താണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. കൊല്ലത്ത് ചടയമംഗലത്താണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർഷെഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് IWDMK ഫോർ കേരള, ചടയമംഗലം ഈസ് ദ നമ്മുടെ ഈ പറയുന്ന നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള നോഡൽ ഏജൻസിയാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ എന്നൊക്കെ പറഞ്ഞു. ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ്റെ കീഴിലുള്ള സ്റ്റേറ്റ് ലെവൽ ട്രെയിനിങ് ആൻഡ് എക്സ്റ്റൻഷൻ സെൻറ്റർ ആണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർഷെഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന നമ്മുടെ ചടയമംഗലത്തുള്ള ഈ ഒരു സ്ഥാപനം.
is playing a key role in enriching the awareness of conservation of natural resources to the various functionaries associated with watershed programs, eco-restoration and conservation of environment. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിലുള്ളത്. നന്നായി പഠിക്കുക. താങ്ക് യു.